നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇനി പ്രചരണകാലം. ജനകീയ നേതാക്കൾ നേർക്കുനേർ. പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ജനവിധി തേടുന്നു. മീനടം പഞ്ചായത്ത് 12ാം വാർഡ് ശ്രദ്ധ നേടുന്നു. റോഡുകൾ തകർന്ന് ഇല്ലാതായി. പാമ്പാടി പഞ്ചായത്ത് 13ാം വാർഡിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. കുന്നേപ്പാലം അറക്കൽ കൊട്ടാരം റോഡ്, കുന്നേപ്പാലം കിഴക്കേപ്പടി റോഡുകൾ അതീവ ശോച്യാവസ്ഥയിൽ. പുതുപ്പള്ളി പഞ്ചായത്തിലെ 19 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തുടർഭരണം ലക്ഷ്യമിട്ട് LDF, ഭരണം തിരിച്ചുപിടിക്കാൻ UDFും. വാർത്തകൾ വിശദമായി. ചിറക്കടവ് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 22 വാർഡുകളിലെയും അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. രാവിലെ പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ചിറക്കടവ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറി S. ചിത്ര മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൊൻകുന്നം, ചിറക്കടവ്, തെക്കേത്തുകവല, ചെറുവള്ളി ഡിവിഷനുകളിലെ UDF സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷനിലെ പ്രതിനിധി അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രനും പത്രിക സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനി നാടുകുലുക്കിയുള്ള പ്രചരണത്തിലേക്ക്. കാഞ്ഞിരപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 24 വാർഡുകൾ ഉൾപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ മുഴുവൻ LDF, UDF, NDA സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. സെക്രട്ടറി നിഷ VR മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടന്നത്. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രചരണവും ചൂടുപിടിച്ചു തുടങ്ങി. ടൗണിൽ നിന്നും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മീനടം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ ഏറ്റുമുട്ടുന്നത് ജനകീയ നേതാക്കൾ. UDFിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടവും LDFിനായി പ്രതിപക്ഷ നേതാവ് എബി ജോർജുമാണ് ഏറ്റുമുട്ടുന്നത്. മീനടം ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 12ാം വാർഡ്. ജനകീയരായ 2 നേതാക്കളാണ് ഇടത് വലത് മുന്നണികൾക്കായി ഇവിടെ ഏറ്റുമുട്ടുന്നത്. UDF സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടവും എതിർ സ്ഥാനാർത്ഥിയായി LDF പ്രതിനിധിയും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ എബി ജോർജുമാണ് മത്സരിക്കുന്നത്. ഭരണ നേട്ടങ്ങൾ വിവരിച്ച് UDF പ്രതിനിധി മോനിച്ചൻ കിഴക്കേടവും ഭരണം മുരടിപ്പ് പറഞ്ഞ് LDF സ്ഥാനാർത്ഥി എബി ജോർജും വോട്ടർമാരെ സമീപിക്കുന്നു. വളരെയധികം വികസനം നടന്ന പഞ്ചായത്താണ് മീനടമെന്നും നാടൻ പന്തുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും ഇനിയും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാനുണ്ടെന്നും മോനിച്ചൻ കിഴക്കേടം പറഞ്ഞു. ഈ 20-25 കാലഘട്ടത്തിലെ 1 രൂപ പോലും നാടൻ പന്തുകളിക്ക് വേണ്ടി ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയോ മാറുകയോ ചെയ്തിട്ടില്ല. ഒന്ന്, അതിന് മുൻപ് മാറിയിട്ടുണ്ടെങ്കിൽ 6 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഭരണ സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത്. എന്തുകൊണ്ട് ഈ 6 വർഷം കൊണ്ട് ഇവർക്ക് ഇത് തെളിയിക്കാൻ പറ്റുന്നില്ല? ഞാൻ വെല്ലുവിളിക്കുക. വീട് കയറിയുള്ള പ്രചരണം എബി ജോർജ് ആരംഭിച്ചു കഴിഞ്ഞു. മീനടം ഗ്രാമപഞ്ചായത്തിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി ചർച്ചാ വിഷയമാകുമെന്നും നാടൻ പന്തുകളി മത്സരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിജിലൻസ് അന്വേഷണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്നും എബി ജോർജ് പറയുന്നു. മീനടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ വന്നിരിക്കുന്ന അഴിമതി ആരോപണം നമ്മൾ ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നേരിട്ട് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായും അതിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗൗരവമേറിയ പ്രശ്നം നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളിലൊന്നായ നാടൻ പന്തുകളി മത്സരവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയാണ്. അത് കൃത്യമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാവും, യാതൊരു തർക്കവുമില്ല. അത് നിയമപരമായി നേരിടുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. ഇരുവരും വോട്ടർമാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായതിനാൽ ആര് ജയിക്കും എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന ദിവസം വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പഞ്ചായത്താണ് പുതുപ്പള്ളി പഞ്ചായത്ത്. പഞ്ചായത്തിലെ തുടർഭരണം ലക്ഷ്യമിട്ട് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ മത്സരരംഗത്തിറങ്ങുമ്പോൾ ശക്തമായ മത്സരത്തിലൂടെ ഭരണം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. പഞ്ചായത്തിലെ 19 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 19 വാർഡുകളിലെയും നോമിനേഷൻ പൂർത്തിയായി. ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പഞ്ചായത്താണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്.
ഇതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പല ഉദ്ഘാടന വേദികളിലും ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെന്നുള്ള ആക്ഷേപം കൂടി നേരിടുന്ന പഞ്ചായത്താണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഇക്കുറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ജനവിധി തേടുകയാണ്. ഭരണ തുടർച്ചയാണ് LDFന്റെ പ്രതീക്ഷ. പതിറ്റാണ്ടുകളോളം UDF ഭരിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് LDF ഭരണസമിതി വന്നതുകൊണ്ട് മാത്രമാണ് കൂടുതൽ വികസനം നേടാൻ കഴിഞ്ഞതെന്ന് പൊന്നമ്മ ചന്ദ്രൻ പറയുന്നു. ഉപയോഗശൂന്യമായ കമ്മ്യൂണിറ്റി ഹാളും നിർമ്മാണഘട്ടത്തിൽ 80% പൂർത്തീകരിച്ച പുതുപ്പള്ളി സ്റ്റാൻഡും മിനി സിവിൽ സ്റ്റേഷനും കുടിവെള്ള പദ്ധതിയുടെ ടാങ്കും എല്ലാം ഈ ഭരണസമിതിയുടെ നേട്ടമാണെന്ന് പൊന്നമ്മ ചന്ദ്രൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നമാണ് നമുക്ക് ഏറ്റവും പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഏറ്റവും പാറമടയിൽ നിന്ന് വരെ വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 77 കോടിയുടെ പദ്ധതിയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ 3 സ്ഥലത്ത് നമ്മൾ ടാങ്കിൽ നിർമ്മിച്ച് പുതുപ്പള്ളി കിടാറ്റുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ 20 സെൻറ്റ് സ്ഥലം മേടിച്ച് ടാങ്ക് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തോട്ടക്കാട് പരിയാരം 10 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ ടാങ്ക് പൂർത്തിയായി. പിന്നെ കാളിമല സ്ഥലത്ത് അവിടെയും 10 സെൻറ്റ് സ്ഥലം മേടിച്ച് നമ്മൾ ടാങ്കും പണിത് പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിപ്പം കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 90% നമ്മൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ബാക്കി ഒരു 10% ഉള്ളൂ. നമ്മളിപ്പോൾ അടുത്ത ഭരണം നമുക്ക് തന്നെ കിട്ടും. നമ്മൾ ബാക്കി ഒരു 6 മാസത്തിനകം നമുക്കത് പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചാണ്ടിയുമ്മൻ MLA ഫണ്ടുകൾ അനുവദിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇടതുമുന്നണി ഇതുവരെ നടത്തിയതെന്നും എന്നാൽ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികൾക്കും മുൻ MLA ഉമ്മൻചാണ്ടി അനുമതി നൽകി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നുവെന്നും UDF സ്ഥാനാർത്ഥി സാം കെ വർക്കി പറയുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് മിനി സിവിൽ സ്റ്റേഷന് 1.25 കോടി രൂപ MLA ഫണ്ട് മാറ്റി വെച്ചായിരുന്നു. അതുപോലെ തന്നെ ഈ 70 ലക്ഷം രൂപ ബസ് സ്റ്റാൻഡിന് വെച്ചു. 2.25 കോടി രൂപകളും ഈ ഭരണസമിതി അത് ലാപ്സാക്കി. മാർച്ച് 30 മുമ്പ് പണിയാഞ്ഞുകൊണ്ട്. ഇനി ആ മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പം പണിതിരിക്കുന്നത് ഇപ്പോൾ 1.25 കോടി രൂപ 1.5 കോടി രൂപ MLAയുടെ ഫണ്ട് കൊണ്ടാണ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫണ്ട് കൊണ്ടാണ്. പിന്നെ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുകളിലോട്ട് ഇത് ചുമത്തുന്നതേ ഉള്ളൂ. അതിനകത്തൊന്നും വലിയ സത്യമൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഏതായാലും നമുക്കിപ്പം ഡിസംബർ 9 ഇലക്ഷൻ നടക്കുന്നത്. ഡിസംബർ 13 ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ചിത്രം വരും. എന്തായാലും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കണം എന്ന പ്രതീക്ഷയിലാണ് സ്ഥലം MLA കൂടിയായ ചാണ്ടിയുമ്മൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി പഞ്ചായത്ത് 13-ാം വാർഡിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കുന്നേപ്പാലം അറക്കൽ കൊട്ടാരം റോഡ്, കുന്നേപ്പാലം കിഴക്കേപ്പടി റോഡുകളാണ് നടപ്പുവഴി പോലും ഇല്ലാതായത്. പ്രതിഷേധിച്ച് ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നേപ്പാലം അറക്കൽ കൊട്ടാരം റോഡ്, കുന്നേപ്പാലം കിഴക്കേപ്പടി റോഡ് എന്നിവ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച നാട്ടുകാർ പ്രതിഷേധിച്ചത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്ന് പലതവണ മാറി മാറി വന്ന ജനപ്രതിനിധികളോടും പഞ്ചായത്ത് അധികൃതരോടും ബന്ധപ്പെട്ട വകുപ്പുകളോടും സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി ഇതിൻ്റെ റോഡ് തീരെ പോയി കിടക്കുകയാണ്. ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിട്ട് അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ അടുത്ത ഇടയ്ക്ക് മെമ്പറോട് പറഞ്ഞു, ഈ തത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പാമ്പിൻ്റെ ശല്യമുണ്ട്, ഈ കാടൊന്ന് വെട്ടിത്തെളിക്കാൻ പറയും. അതിനെന്താ, ഞങ്ങൾ 2 ദിവസത്തേക്ക് ഞങ്ങൾ വെട്ടിത്തെളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് വഴി ഒന്ന് റെഡിയാക്കി തരണം. ഈ അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുന്നായിട്ടെങ്കിലും ഈ വഴി പൊതുജനങ്ങൾക്ക് ഒന്ന് ശരിയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ വഴിയുടെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ്. എത്ര പറഞ്ഞിട്ടും ആരും ഒരു വില കൊടുക്കുന്നില്ല. ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഇതിലേ പോകുന്നതെന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിന് ഇറങ്ങാൻ പറ്റിയ സ്ഥലമെന്നാണ് പൊതുവെ പറയുന്നത്. പിന്നാണെങ്കിലും വഴിയുടെ 2 സൈഡിലും കാട് പിടിച്ച് കിടക്കുക, അതുപോലെ തന്നെ വഴിയുടെ സൈഡ് ഇടിഞ്ഞും കിടക്കുക. അപ്പോൾ നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ പുറകോട്ട് എടുത്താലേ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരവസ്ഥയാണ്. പിന്നെ ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് ഇവിടെ കാട് വെട്ടി ഒരുവിധം റെഡിയാക്കി നടക്കാൻ പാകത്തിനാക്കി വെച്ചേക്കുന്നത്. ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അറക്കൽ കൊട്ടാരം വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരമാണ് ഏറെ നശിച്ചു കിടക്കുന്നത്. കോൺക്രീറ്റ് റോഡിന്റെ ഇരുവശവും ജലനിധി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. ഈ റോഡിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ലെന്ന് സമീപവാസികൾ പറയുന്നു. ഞാൻ സൈക്കിളിൽ ചെറുവള്ളിക്കാവ് തൊഴാൻ പോയപ്പം അവിടെ കുടിയോട്ട് മറിഞ്ഞുകൊണ്ട് കാലിന് 5 കുത്തിക്കെട്ട്. ആ സ്ത്രീ
പോയപ്പോൾ കുഴികൾ പറഞ്ഞു ഉത്സവത്തിൽ അമ്പലത്തിൽ പോയതാണ്. അങ്ങനെ ആ വഴി കിടക്കുന്നത്. ഇക്കാരണത്താൽ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും ഇവർ തീരുമാനിച്ചു. താരതമ്യേന വീതി കുറഞ്ഞ റോഡായതിനാൽ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കൂടാതെ പലയിടത്തും റോഡിന്റെ സമീപത്തെ സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു കിടക്കുകയാണ്. എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ചിറക്കടവ് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള കോൺഗ്രസ് പ്രതിനിധി ടോമിന മാത്യുവാണ് പത്രിക സമർപ്പിച്ചത്. ചിറക്കടവ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറി എസ് ചിത്ര മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ IS രാമചന്ദ്രൻ, സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അകലക്കുന്നത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അകലക്കുന്നം പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്നു. LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉണ്ടായ സംവിധാനങ്ങൾ എല്ലാം മാറ്റുക. ആ സംവിധാനം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? നമുക്ക് ഈ അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കുടിവെള്ളം, അവരുടെ ആരോഗ്യം നിലനിർത്തണം, അവർക്ക് അസുഖം ചികിത്സിക്കണം, അവർക്ക് അസുഖം വരാൻ നോക്കണം എന്ന് മുൻകൂട്ടി കണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു പക്ഷമാണ് ഇടതുപക്ഷം. ജയ്മോൻ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷനായി. CPIM അയർക്കുന്നം ഏരിയ സെക്രട്ടറി PN ബിനു, CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TP പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ B സുരേഷ് കുമാർ, നിമ്മി തിങ്കിൾ രാജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബെറ്റി റോയി, ബെന്നി വടക്കേടം, ജ്യോതി ബാലകൃഷ്ണൻ, മാത്തുക്കുട്ടി ഞായർകുളം തുടങ്ങിയവർ പങ്കെടുത്തു. LDF അകലക്കുന്നം പഞ്ചായത്ത് ചെയർമാനായി ജയ്മോൻ പുത്തൻപുരയ്ക്കൽ, സെക്രട്ടറി TS ജയൻ, കൺവീനർ MA ബേബി, രക്ഷാധികാരികളായി ജേക്കബ് തോമസ്, അഡ്വക്കേറ്റ് KS ശശികുമാർ, രാജശേഖരൻ നായർ, ജോർജ് തോമസ് മൈലാടി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തെരഞ്ഞെടുപ്പ് ട്രാക്കിലേക്ക് ഓഫ് റോഡ് ജീപ്പ് ഓട്ട മത്സരത്തിലെ താരം. പാലാ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി റിയ മേരി ബിനോയാണ് ഓഫ് റോഡ് മത്സരങ്ങളിലെ പതിവ് താരം. ഓഫ് റോഡ് ജീപ്പ് ഓട്ട മത്സരത്തിലെ താരം തെരഞ്ഞെടുപ്പിൻ്റെ ട്രാക്കിലേക്ക് ഇറങ്ങുന്നു. പാലാ നഗരസഭ 8-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി 24-കാരി റിയ മേരി ബിനോയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. കേരളത്തിലെമ്പാടും നടന്ന 15 മത്സരങ്ങളിൽ റിയ പങ്കെടുത്തിട്ടുണ്ട്. ബിരുദം പഠിച്ച ശേഷം TTC പഠിച്ചിറങ്ങിയ റിയ പാലയിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപക കൂടിയാണ്. ചീരാങ്കുഴി ബിനു ആശ ദമ്പതികളുടെ മകളാണ്. അച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും പിൻപറ്റിയാണ് റിയ ഓഫ് റോഡ് മത്സരങ്ങളുടെ ട്രാക്കിലേക്ക് എത്തുന്നത്. അച്ഛൻ്റെ സഹോദരൻ ജോസ് ചീരാങ്കുഴി 10-ാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തേടിയപ്പോൾ പാർട്ടി പാരമ്പര്യം കൂടി പരിഗണിച്ചാണ് റിയയെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധം. മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാലാ മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ വീണ്ടും പ്രതിഷേധം. പാലാ പോലീസ് ഉൾപ്പെടെ സ്ഥലത്ത് ഫാക്ടറിക്കുള്ളിൽ കയറി പരിശോധന നടത്തി. പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വീണ്ടും പ്രവർത്തനം നടത്തുന്നു എന്നാണ് ആക്ഷൻ കൗൺസിലുകാരുടെ ആരോപണം. RDO ഉൾപ്പെടെ ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. നിയമ നടപടി സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധ സൂചകമായി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന പാലാ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് സമീപം കഴിഞ്ഞ ദിവസം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകളില്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചിരുന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുക് ശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ, അലർജി, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കടങ്കാവിൽ, ജോസുകുട്ടി പുത്തൻപുരയ്ക്കൽ,
സനി തിരുവങ്ങൽ, ബിജു ടി.ഡി എന്നിവരടക്കം നിരവധി പേർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഫാക്ടറി താൽക്കാലികമായി അടച്ചുപൂട്ടാനും ഫാക്ടറി സംബന്ധമായ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നും പോലീസ് ഫാക്ടറി അധികൃതരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇനി പ്രചരണ കാലം. ജനകീയ നേതാക്കൾ നേർക്കുനേർ. പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ജനവിധി തേടുന്നു. മീനടം പഞ്ചായത്ത് 12ാം വാർഡ് ശ്രദ്ധ നേടുന്നു. റോഡുകൾ തകർന്ന് ഇല്ലാതായി. പാമ്പാടി പഞ്ചായത്ത് 13ാം വാർഡിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. കുന്നേപ്പാലം അറയ്ക്കൽ കൊട്ടാരം റോഡ്, കുന്നേപ്പാലം കിഴക്കേപ്പടി റോഡുകൾ അതീവ ശോച്യാവസ്ഥയിൽ. പുതുപ്പള്ളി പഞ്ചായത്തിലെ 19 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തുടർഭരണം ലക്ഷ്യമിട്ട് LDF, ഭരണം തിരിച്ചുപിടിക്കാൻ UDF-ഉം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.